ഇടതു സർക്കാരിന്റെ കേന്ദ്രവിരുദ്ധ സമരം കേരളത്തിന് തിരിച്ചടിയാകാൻ സാധ്യത. ദേശീയപാത വികസനം, ശബരി റെയിൽപാത, വല്ലാർപാടം, വിഴിഞ്ഞം, എരുമേലി വിമാനത്താവളം തുടങ്ങിയ പദ്ധതികൾക്ക് പരമാവധി കേന്ദ്ര സഹായം ലഭിക്കുന്നുണ്ട്. ഇതിനിടെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടത് എംപിമാരും MLA-മാരും ചേർന്ന് ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. സമരത്തിന് പോകുമ്പോഴും കേന്ദ്രമന്ത്രിമാരെ കാണാനുള്ള ശ്രമവും മന്ത്രിമാർ ഉപേക്ഷിച്ചിട്ടില്ല. എല്ലാ വീടുകളിലും കുടിവെള്ളം, സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്നിവ കൂടാതെ നിരവധി കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്ത് തകൃതിയായി മുന്നേറുമ്പോഴാണ് പിണറായി സർക്കാർ ഡൽഹിയിൽ സമരവുമായി പോകുന്നത്. വിഴിഞ്ഞം, വല്ലാർപാടം തുടങ്ങിയ വമ്പൻ വികസന നേട്ടങ്ങൾക്ക് മോദി സർക്കാരിന്റെ അകമഴിഞ്ഞ സഹായത്തെപ്പറ്റി കേരള സർക്കാർ മിണ്ടുന്നതേയില്ല. ഈ രണ്ട് പദ്ധതികൾ ബന്ധപ്പെടുത്തിയുള്ള വികസനത്തിന് 4000 കോടി രൂപ കഴിഞ്ഞ മാസം കൊച്ചി സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. ദേശീയപാതകളുടെ മുന്നേറ്റം എത്രമാത്രമെന്ന് സാധാരണ ജനങ്ങൾക്ക് വരെ ബോധ്യമാണ്. ശബരി റെയിൽപാതയ്ക്ക് നൽകുന്ന സഹായമാണ് മറ്റൊന്ന്. നിർദ്ദിഷ്ട എരുമേലി വിമാനത്താവളത്തിന്റെ സാധ്യതാ പഠനത്തിന് അനുമതി ലഭിച്ചത് അടക്കം എത്രയോ കേന്ദ്ര സഹായങ്ങൾ വേറെ. ഇതൊക്കെ തുടരുമ്പോഴാണ് പിണറായി സർക്കാരിന്റെ അന്ധമായ BJP വിരോധം. എന്നാൽ അങ്ങനെ ഒരു വിരോധം ഇല്ലെന്നാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഭാഷ്യം. ഒരു രാഷ്ട്രീയ പ്രശ്നം ഉന്നയിക്കുന്നു എന്നുള്ളതുകൊണ്ട് വ്യക്തിപരമായ വിരോധമോ അഡ്മിനിസ്ട്രേറ്റീവായ വിരോധമോ ഇല്ല. പക്ഷേ ഈ പൊളിറ്റിക്കലായ കാര്യം പൊളിറ്റിക്കലായി പറയണ്ടേ? ആ രാഷ്ട്രീയം മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് വിരോധവും വൈരാഗ്യവും ഉണ്ടാകുന്ന തരത്തിലേക്കേ അല്ല ഞങ്ങൾ കാണുന്നത്. കേരളം ഈ പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ്, അത് നിങ്ങൾ പരിശോധിക്കണം. ആ പോയിന്റ് പറയുന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളിനി നേരെ സഹകരിക്കത്തില്ല എന്ന് കേന്ദ്രവും പറയാൻ പാടില്ല, സംസ്ഥാനവും പറയാൻ പാടില്ല. അതായത് ഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാരെ കാണാൻ പോകുന്ന ചെലവിൽ ഒരു സൗജന്യ LDF സമരം. ജനം, തിരുവനന്തപുരം.